നമസ്കാരം. എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ തെരുവത്തിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ ലോജിക്കായിട്ട് ശാസ്ത്രീയമായി പല കാര്യങ്ങളും പറയുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല അദ്ദേഹം മുസ്ലിം ആയിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോ. ഒരുപാട് കാഴ്ചക്കാരാണ് ഈ വീഡിയോയ്ക്ക് തന്നെ ഉള്ളത്, ഒരുപാട് വ്യൂവർഷിപ്പും ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അദ്ദേഹം ശാസ്ത്രീയമായി കൂടിയാണ് അതിനെ അപഗ്രഥിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ദേശീയതയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ദേശീയത, നാഷണാലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നിരവധി പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു ഭാരതീയൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പലപ്പോഴും തുറന്നു പറയാറുണ്ട്. തീവ്രവാദത്തെയും അതുപോലുള്ള സംഭവ വികാസങ്ങളെയും ഒക്കെ അദ്ദേഹം അതിശക്തമായി തന്നെ വിമർശിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു. അതായത് വനവാസി വിഭാഗത്തിൽപ്പെട്ട കുറെ BJP പ്രവർത്തകരും അവരുടെ സ്ഥാനാർത്ഥിയുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എഴുതുന്നുമുണ്ട്, മലമ്പുഴ, പാലക്കാട് ജില്ലയിലെ മലമ്പുഴയാണ്. മലമ്പുഴ 3ാം ഡിവിഷൻ BJP പ്രചാരകരോടൊപ്പം സ്ഥാനാർത്ഥി അവിടുത്തെ മൂപ്പന്റെ മകനാണ് എന്നറിയുന്നു. അതായത് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പ്രസ്ഥാനം തീർച്ചയായിട്ടും എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നിർത്താനും അതുപോലെ എല്ലാ വിഭാഗങ്ങളെയും മുമ്പോട്ട് കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സ്ഥാനാർത്ഥികളായ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക. പലയിടത്തും BJP സ്ഥാനാർത്ഥികളായി മുസ്ലിങ്ങളും ഉണ്ടെന്നറിയുന്നു, അവരെയും വിജയിപ്പിക്കുക. വികസനത്തിനാവട്ടെ രാഷ്ട്രീയവും വോട്ടും, രാഷ്ട്രീയത്തിലെ ഐത്തം അവസാനിപ്പിക്കണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അവസരം ലഭിക്കണം. അത് BJPയിലൂടെ ആയാൽ അങ്ങനെ. ആരിഫ് ഹുസൈൻ തെരുവത്ത് എക്സ് രാഷ്ട്രീയ ഐത്തവാദി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ചിത്രവും ഉണ്ട്. BJP പ്രവർത്തകരായ മലമ്പുഴയിലെ വനവാസി സുഹൃത്തുക്കൾക്കൊപ്പം അദ്ദേഹം നിൽക്കുന്ന പടമാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ ഒരു വീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം എല്ലാം പോസിറ്റീവായ വീക്ഷണങ്ങളാണ് നടത്താറ്. അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളോട് നമുക്ക് യോജിപ്പുമില്ല. എന്നാൽ പോലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അധസ്ഥിതരെ, വനവാസികളെ, ഗോത്രവിഭാഗങ്ങളെ, അസംഘടിതരെ, നിന്ദിതരെ, പീഡിതരെ ഒക്കെ തന്നെ മുഖ്യധാരയിലേക്ക്, രാഷ്ട്രീയത്തിന്റെ ആയാലും പൊതുസമൂഹത്തിന്റെ ആയാലും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അവർക്കൊപ്പം ജനങ്ങൾ നിൽക്കണം, പൊതുപ്രവർത്തകർ നിൽക്കണം, രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കണം. അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി ഒരു ഭാഗം മാറ്റിവെക്കണം. ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് പദ്ധതികളുണ്ട് കേട്ടോ ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടി. അതൊക്കെ തന്നെ കൃത്യമായി അവരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യണം. അതാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വളരെ കാര്യക്ഷമമായ ഒരു നിരീക്ഷണം കൂടിയാണ്. BJP ആയാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് BJP കൂടുതൽ ഈ മേഖലകളിൽ, ഈ അസംഘടിത അധസ്ഥിത മേഖലകളിലെ ആൾക്കാരെ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കൂടി ആയിരിക്കും അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത്. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ദേശീയതയ്ക്കൊപ്പം, രാജ്യത്തിനൊപ്പം, രാഷ്ട്രത്തിനൊപ്പം, ജനങ്ങൾക്കൊപ്പം, നാടിനൊപ്പം, വികസനത്തിനും പുരോഗതിക്കും ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും വിജയിപ്പിക്കണം എന്ന ആശംസ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്.